സഹപാഠിയുടെ ചോറ്റുപാത്രത്തിലെ എച്ചിൽ കഴിച്ച് വിശപ്പാറ്റേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അവൻ കടിച്ചു തുപ്പിയ മീൻമുള്ളും മുരിങ്ങാക്കായയുമെല്ലാം രുചിയോടെ കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് എച്ചിൽ കഴിക്കുന്ന നിങ്ങളെ മാഷ് എന്നെങ്കിലും കയ്യോടെ പിടികൂടിയിട്ടുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ ഈ പുസ്തകം വായിച്ചിരിക്കണം. മുഹമ്മദ് അബ്ബാസിന്റെ ആത്മകഥയായ വെറും മനുഷ്യർ പറയുന്നത് ഒന്നല്ല, 1000 ജീവിതങ്ങളാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളുടെ അസാധാരണമായ ജീവിതകഥ. പ്രണയോന്മാദങ്ങൾ വഴിവിട്ട നാളുകളൊന്നിൽ സഹോദരന്റെ വെട്ടിയെടുത്ത തലയുമായി നിൽക്കുന്ന അയൽവാസിയായ കുമരേശൻ, വിശപ്പേറുമ്പോൾ മരച്ചീനിത്തോട്ടങ്ങളിലെ പെരിച്ചാഴികളെ ചുട്ടുതിന്നുന്ന തൊഴിലാളികൾ, പ്രണയിനിയെ നഷ്ടപ്പെട്ടതിന് ഇലക്ട്രിക് വയർ ദേഹത്തു ചുറ്റി ആത്മഹത്യക്കൊരുങ്ങുന്ന സഹോദരൻ, കുട്ടികൾക്ക് മുന്നിൽ സ്നേഹവും കരുണയുമായി തെളിയുന്ന മുത്തയ്യൻ സാർ, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ. മഹാത്മാക്കളുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും വായിച്ചു ഉൾപ്പുളകം കൊള്ളുന്നവർക്കും എഴുത്തിൽ സാഹിത്യ ഭംഗി തിരിയുന്നവർക്കും ഈ പുസ്തകം ദഹിച്ചെന്ന് വരില്ല. പ്രത്യയശാസ്ത്ര പരീക്ഷണങ്ങളോ ഏതെങ്കിലും നാടിൻ്റെയോ ജനതയുടെയോ മോചനങ്ങളോ ഒന്നും ഈ പുസ്തകത്തിൽ കണ്ടെന്നും വരില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ വയറെരിഞ്ഞു നടന്നവൻ വിശപ്പിനെക്കുറിച്ചല്ലാതെ മറ്റെന്തിനെ പറ്റിയാണ് എഴുതുക? റാറ്റ് ബുക്സ് ആണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ.